ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 23ാമത്തെ ദിവസത്തെ എക്സാമാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളോട് തന്നതാണ്. അപ്പോൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യവും അവകാശങ്ങളും, അതുകൂടാതെ ഇതാണ് വിസ്മയങ്ങളുടെ ലോകം, ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം, അത് 5ാം ക്ലാസ്സിലെ സയൻസിലെ ടോപ്പിക്കാണ്. പിന്നെയുള്ളത് LDC 2021 മെയിൻ പേപ്പറിലെ 50 to 70 ക്വസ്റ്റ്യൻസ്, 50 to 70 GK ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ഭാഗമാണ് പഠിച്ചു വരാൻ പറഞ്ഞത്. സോ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കും, ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലാസ്റ്റ് മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നെഗറ്റീവ് ഒക്കെ എത്ര ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും, പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യണേ. അതിനുശേഷം മാത്രം ലാസ്റ്റ് ആൻസർ വായിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെൽസൺ മണ്ടേല ജനിച്ച വർഷം. 2, ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത്. 3, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. 4, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 5, ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളിൽ പെടാത്തത്. ഓപ്ഷൻ കൂടി ഞാൻ വായിക്കാം. ഓപ്ഷൻ എ, ജനാഭിലാഷം മാനിക്കുന്നു. ഓപ്ഷൻ ബി, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. ഓപ്ഷൻ സി, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. ഓപ്ഷൻ ഡി, ജനങ്ങൾ ഭരണാധികാരികളോട് കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് സ്പീഡിൽ എഴുതി കൊണ്ടാണ് കേട്ടോ, ഒരു വൃത്തിയില്ലാതായത്. അപ്പോൾ ഞങ്ങൾ ഓപ്ഷൻ വായിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ക്ലിയർ ആവാത്ത പ്രശ്നം ഉണ്ടാവില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ എ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ. ഓപ്ഷൻ ബി, ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ. ഓപ്ഷൻ സി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ഓപ്ഷൻ ഡി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. 7, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12, 1994 സെപ്റ്റംബർ 11, 1998 ഒക്ടോബർ 12, 1998 ഡിസംബർ 11. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം, അതായത് RTE ആക്ട് നിലവിൽ വന്നത്. 9, 2014 മലാല യൂസഫ്സായിയോടൊപ്പം സമാധാന നോബൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? 10, ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, തുല്യ ജോലിക്ക് തുല്യവേതനം, ആർട്ടിക്കിൾ 39D. 2, പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഭ സഹായം, ആർട്ടിക്കിൾ 39A. ആണ് ഇത് കേട്ടോ, ആർട്ടിക്കിൾ 39A. 10, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 12, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനം അറിയപ്പെടുന്നത്. 13, ഇത് LD ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് മുതൽ താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡിനെ സംബന്ധിച്ച് തെറ്റായത് ഏത്? 14, മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? 15, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ചത് ശരിയല്ലാത്തത്? 16, വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. 17, സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെഷൻ. 18, താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ഏതാണ്? 19, 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ. 20, കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ഏതാണ്? ശരി ഉത്തരം. 21, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? 22, 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാണ്? 23, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? 24, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? 25, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 26, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിയമനത്തിൽ പങ്കുവഹിക്കാത്തതാര്? ഓക്കെ, അത്ര 26 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 26 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളതാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻസർ ഞാൻ വായിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാണ്. ഇത് LDയുടെ ക്വസ്റ്റ്യൻ ആണ്, 2021. നമുക്ക് ഒത്തിരി നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും, അതേപോലെ ഇത് കണ്ടോ, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഇതുപോലെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം, ഈ സ്ത്രീ സംരക്ഷണ നിയമം, അതേപോലെ മുതിർന്നവരുടെ പൗരന്മാരുടെ സംരക്ഷണ ക്ഷേമവും നിയമപ്രകാരം നിയമങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകണം. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഓരോന്നായിട്ടുള്ള ആൻസർ വായിക്കാം, നിങ്ങൾ എത്ര ശരിയായിട്ട് നോക്കാം. നെൽസൺ മണ്ടേല ജനിച്ച വർഷം 1918 ജൂലൈ 18. ഇതിൽ ജൂലൈ 18 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. കാരണം ജൂലൈ 18 മണ്ടേല ദിനം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. മണ്ടേല ദിനം എന്നറിയപ്പെടുന്നത് ജൂലൈ 18. അതൊന്നും നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഇനി ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത്
മൗലിക അവകാശങ്ങൾ എന്നാണ്. ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എന്നാണ്. ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ, ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കുവാണ് നിങ്ങൾ അവസാനം പോകുമ്പോൾ കമൻറ്റിൽ ഏതെങ്കിലും തെറ്റ് എഴുതിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതെന്താ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 48 ഡിസംബർ 10. ഡിസംബർ 10 ഓർത്ത് വെക്കണേ, മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10, 1948 ഓർത്ത് വെക്കണം. 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിച്ചത്. ഇതിൽ നോക്കിയേ, ഓപ്ഷൻ ഡി ആണ്. ജനങ്ങൾ ഭരണാധികാരികളോട് കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണോ? അല്ല, ഇങ്ങനെയല്ല വരുന്നത്. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ശരിയായിട്ടുള്ളത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ജനാഭിലാഷം മാനിക്കുന്നതൊക്കെ സവിശേഷതകളാണ് ഈ 3 ആദ്യത്തെ. 4-ാമത്തതാണ് തെറ്റായിട്ട് വരുന്നത്. 6 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ പെടാത്തത്. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണത്. അതിൽ പെടാത്തത് ഇതിൽ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ്. ഇതിൽ പെടില്ല. ബാക്കിയുള്ള 3 എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പെടുന്നുണ്ട്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 ഡിസംബർ 11. അടുത്ത വിദ്യാഭ്യാസ അവകാശ നിയമം RTE നിലവിൽ വന്നതാണ്. ശ്രദ്ധിച്ചോണേ, 2010 ഏപ്രിൽ 1 നിലവിൽ വരുന്നത്. RTE നിലവിൽ വരുന്ന ഡേറ്റ് ആണ്. 2014 മലാല യൂസഫ്സായിയോടൊപ്പം സമാധാന നോബൽ പങ്കിട്ടെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? കൈലാസ് സത്യാർത്ഥി. ഓപ്ഷൻ സി ആണ് കേട്ടോ, കൈലാസ് സത്യാർത്ഥി. ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്നുള്ള സംഘടനയൊക്കെ ഉണ്ട് മൂപ്പർക്ക്, അതൊക്കെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ശരിയായ പ്രസ്താവന എല്ലാ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇത് ഡയറക്റ്റ് ബുക്കിൽ നിന്നല്ല, ഞാൻ അവിടെ നമ്മൾ ചാപ്റ്റർ അതുകൊണ്ടായതുകൊണ്ട് അത് എടുത്തിട്ടതാണ്. ഇപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം ഏത് ആർട്ടിക്കിളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 39D ആണ് കേട്ടോ. പിന്നെ പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം ആർട്ടിക്കിൾ 39A. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ഇത് 39D ആണ് ആദ്യത്തേത്, രണ്ടാമത്തേത് 39A ആണ്. അപ്പോൾ 1, 2 ശരിയാണ്. 11 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 392 അനുച്ഛേദങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരാണിത് റിപ്പബ്ലിക്. ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പബ്ലിക്. 13 മുതൽ LDCയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ അധികമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്താണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ യൂട്യൂബിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് വായിച്ച് പോവുകയുള്ളൂ, അത് മതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ തെറ്റായത് ഓപ്ഷൻ ബി ആണ്. ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് രാമാകാന്ത് അച്ചരേക്കർക്കാണ് എന്നുള്ളതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കിയൊക്കെ ശരിയാണ്. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ഉത്തരം R. ഈശ്വരപിള്ള. ഓക്കെ, സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി R. ഈശ്വരപിള്ള. അവർ സമസ്തം ഈശ്വരൻ്റെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സമസ്ത വിജ്ഞാനങ്ങൾ ആരുടെ കയ്യിലാണ്? ഈശ്വരൻ്റെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. 15 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് കേട്ടോ. അതായത് തെറ്റായത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. തെറ്റായത് ഏതാണ്? ഓപ്ഷൻ A ആണ് തെറ്റ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 2008 എന്നുള്ളത് തെറ്റാണ്. ബാക്കി 3 എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് വരിക. അടുത്ത വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം, അതാണ് സ്പൈഡർ. ഓക്കെ, സ്പൈഡർ പ്രോഗ്രാം. 17 സ്വകാര്യത ഉല്ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെഷൻ. സ്വകാര്യത അല്ലെങ്കിൽ പ്രൈവസി കേട്ടോ. സി ആണ് ആൻസർ. 66E. അത് പ്രൈവസി എന്ന് നമ്മൾ എഴുതുമ്പില്ല, പ്രൈവസി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ E ആണെന്ന് കിട്ടും. പ്രൈവസി എന്നുള്ള ഓർത്ത് വെച്ചാൽ 66E ആണെന്ന് കിട്ടും. എല്ലാം 66 ആണല്ലോ. അടുത്തത് താഴെ പറയുന്നതിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത്? ഇതിൽ 2 ഇങ്ക്ജെറ്റ് പ്രിൻ്ററും അതേപോലെ ലേസർ പ്രിൻ്ററുമാണ് നോൺ ഇമ്പാക്റ്റ്. അപ്പോൾ 2, 3 ആണ് നോൺ ഇമ്പാക്റ്റ് വരുന്നത്. ഡോട്ട് മാട്രിക്സ് ഇമ്പാക്റ്റ് പ്രിൻ്ററാണ് കേട്ടോ. ഇമ്പാക്റ്റ് പ്രിൻ്ററാണ് ഡോട്ട് മാട്രിക്സ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭാഗങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ. നോർമലി നമുക്ക് കിട്ടേണ്ടതാണ്, കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാറ്? SCERT ഒക്കെ സമഗ്രയുടെ സൈറ്റിൽ നിന്നാണ്. സമഗ്ര സൈറ്റ് വെബ്സൈറ്റ്, അത് ജസ്റ്റ് കാര്യമൊക്കെ അറിയായിരിക്കും. അടുത്തത് കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനയുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരി ഉത്തരം? താഴെ തന്നിട്ടുള്ള ഏതാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ബി ആണ്. അതായത് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ് എന്നത് എന്താണ് ശരിയാണ്. അത് അഴിമതി ആണെങ്കിലും മനുഷ്യാവകാശ ലംഘനമാണ് സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം എന്താണ് ബാധകമാണ്.
അതിൽ കൺഫ്യൂഷൻ ഉണ്ടായത് ചോദിച്ചിരിക്കുന്നത് രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടതിലാണ്, അതിൻ്റെ ഉള്ളിലാണ് ചോദിക്കുന്നത്. 21/2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? ഉപഭോക്താവിന് പരാതി കൊടുക്കുക, ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടനയ്ക്ക് കൊടുക്കുക, സർക്കാരിന് കൊടുക്കുക. മുകളിൽ പറഞ്ഞവരിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നൽകുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്ന നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അത് വായിക്കുമ്പോൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അതിനുവേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, ഇരയാട്ടപ്പെട്ടവരുടെ എന്താണ് പുനരധിവാസം. അപ്പോൾ ഇവയൊക്കെ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി ആണ്. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? ഓപ്ഷൻ സി ആണ് വരിക, സംരക്ഷണ ഉദ്യോഗസ്ഥൻ. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സിലോ മുകളിലോ ഉള്ളവരാണ് ഏത്? മുതിർന്ന പൗരൻ. 60 വയസ്സിലോ മുകളിലോ ഉള്ളവർ. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇത് മാറും കേട്ടോ, നിങ്ങൾ ആ സമയത്ത് എത്തിക്കോണം, മാറിക്കോണം. ഇപ്പോൾ അരുൺകുമാർ മിശ്രയാണ്. AK മിശ്ര എന്നൊക്കെ തരാം, AK മിശ്ര. സോ ആ ടൈമിൽ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റി പഠിച്ചോണം. കറണ്ട് അഫെയർ ആണ്. അരുൺകുമാർ മിശ്ര. ഇതിൽ മിശ്രയെ തന്നെ പേരാണ്, ഫസ്റ്റിലത്തെ ആൾ ഒരു മിശ്രയാണ്, രംഗനാഥ് മിശ്ര കേട്ടോ, ആ മറന്നോടെ. രംഗനാഥ് മിശ്രയാണ് ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇതിപ്പോൾ അരുൺകുമാർ മിശ്രയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തത് ആര്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ 26 ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കുക. നെഗറ്റീവ് മാക്സിമം കുറക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. അത് നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് ചെയ്യും, അവസാനം കുറേ കൂടി കുത്താനുള്ള ഇത് തോന്നും, ടെൻഡൻസി വരും, ആദ്യം കുത്തി ശീലിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ നാളെയൊക്കെ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സെഷനും കവർ ചെയ്യും. ഇപ്പോൾ നാളെ മിക്കവാറും നമുക്ക് ഇതിൻ്റെ LDCയുടെ ബാക്കി ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പോൾ LDCയുടെ നാളെ ബാക്കി വരുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ തരുന്നത് 30 ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതിൽ മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, മാത്സും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് 3 ഇതിൽ കവറാവും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ആഴ്ച കൊണ്ട് കഴിയാറുണ്ട്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോൾ ഒരാഴ്ചത്തിൽ തന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നുള്ള രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ച് പോകുന്നുണ്ട്. അങ്ങനെ പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യില്ല. നമ്മൾ അപ്പോൾ കവർ ചെയ്യാത്ത ഒറ്റൊരു ടോപ്പിക്ക് മാത്രമേ ഉണ്ടാവും, കറണ്ട് അഫെയർസ്. അതെന്ത് ചെയ്യണം, അത് കുറച്ച് ദിവസത്തിനുള്ളിൽ അതൊന്ന് വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, അതുകൊണ്ട് നമുക്ക് കവർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് വിത്ത് SCRT. ഓക്കെ, അപ്പോൾ നാളത്തെ ടോപ്പിക്കിൽ കാണാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ.